ഹലോ ഫ്രണ്ട്സ് വാട്സാപ്പ്. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് സ്നാക്ക് ലവേഴ്സിന് വേണ്ടി ഒരു ക്രഞ്ചി ഐറ്റം. ഇത് ക്രഞ്ചി ഫ്രം ഔട്ട്സൈഡ്, സോഫ്റ്റ് ഫ്രം ഇൻസൈഡ്. ഇതാണ് അറബിക് സ്വീറ്റ് ഡിഷ് ലുക്കൈമാത്ത്. അപ്പോൾ ഇത് ആരൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ടെന്ന് കമൻറ്റ് ചെയ്തൊന്ന് പറയുക. അപ്പം ഇതുണ്ടാക്കാൻ വേണ്ടി ലെറ്റ്സ് സ്റ്റാർട്ട് ദ പ്രോസസ്സ്. അപ്പം ഞാനിവിടെ 1 കപ്പ് ല്യൂക്കോം വാട്ടർ എടുത്തിട്ടുണ്ട്. വെള്ളം ചൂടാകരുത്, ഈസ്റ്റ് റൈസ് ആവത്തില്ല. അതിനകത്തേക്ക് ഒരു പാക്കറ്റ് ആദ്യം 2 ടേബിൾ സ്പൂൺ ഷുഗർ ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു പാക്കറ്റ് ഈസ്റ്റ് ഇട്ട് കൊടുത്തിരുന്നുണ്ട്. നല്ലപോലെ ഇത് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ആയതുകൊണ്ട് നമുക്ക് ഒരുപാട് നേരം ഒന്നും വെക്കേണ്ട, എല്ലാം കൂടെ ഒന്നിച്ച് മിക്സ് ചെയ്താലും ഇത് വർക്കാവും. അപ്പോൾ അതിനകത്തേക്ക് ഞാനിവിടെ 1 കപ്പ് മൈദ, പിന്നെ അതിനകത്ത് 2 ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡറും 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും ഒരു വലിയ ടേബിൾ സ്പൂൺ തൈരും ഇതെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതിനകത്ത് ഞാനിവിടെ ഒരു അബദ്ധം കാണിച്ചിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ വെള്ളം ഞാൻ എടുത്തത് നമ്മൾ ചായ ഉണ്ടാക്കുന്ന കപ്പിലും നമ്മുടെ മൈദ എടുത്തത് മെഷറിങ് കപ്പിലും. അപ്പം നിങ്ങൾ ഈ അബദ്ധം കാണിക്കരുത്. ഏതാ കപ്പ് യൂസ് ചെയ്യുന്ന എല്ലാത്തിനും അതേ കപ്പ് തന്നെ യൂസ് ചെയ്യുക. ചായയുടെ കപ്പാണെങ്കിൽ ചായയുടെ കപ്പ് യൂസ് ചെയ്യുക, മെഷറിങ് കപ്പാണെങ്കിൽ മെഷറിങ് കപ്പ് യൂസ് ചെയ്യുക. അപ്പം ഞാൻ ഈ ചെയ്തുകൊണ്ട് പറ്റിയത് എന്താണെന്ന് വെച്ചാൽ വെള്ളം കുറച്ച് കൂടിപ്പോയി, ബാറ്റർ കുറച്ച് ലിക്വിഡിയായി. ടേസ്റ്റിന് ഒരു വ്യത്യാസവും വന്നിട്ടില്ല, പക്ഷേ ബാറ്റർ കുറച്ച് ലിക്വിഡി ആയിട്ടുണ്ട്. അത് ഞാൻ എന്താ ചെയ്തേ ഞാൻ പിന്നെ കാണിക്കാം നിങ്ങൾക്ക്. ഫോർവേഡ് വീഡിയോസിൻ്റെ മുന്നിലോട്ട് വരുമ്പോൾ അതറിയാൻ പറ്റും. അപ്പം നമ്മൾ ഇതിനെ എല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. ഒരു വിസ്കർ എടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നമുക്കത് അതിനകത്ത് ലംസ് ഒന്നും വരരുത്, നല്ല സോഫ്റ്റ് ബാറ്റർ ആയിരിക്കണം. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നമുക്കതിനെ 1 മണിക്കൂറോ അല്ലെങ്കിൽ ഒരു മാക്സിമം പോയാൽ 2 മണിക്കൂർ നേരത്തേക്ക് റെസ്റ്റ് ചെയ്യാൻ വിടാം. അന്നേരത്തേക്ക് ഈസ്റ്റൊക്കെ ആക്ടിവേറ്റ് ആയിട്ട് നല്ലപോലെ ഈ ഡോ ഒക്കെ നല്ല ഡബിളായിട്ട് റൈസ് ആവും. അപ്പോൾ ഇതിനെ നല്ലപോലെ ഞാനിവിടെ വിസ്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ സ്റ്റേജിൽ ഞാൻ റിയലൈസ് ചെയ്തു വെള്ളം കൂടിപ്പോയി എന്നുള്ള, അബദ്ധമായല്ലോ എന്നുള്ള ഒരു സിറ്റുവേഷൻ ആയിപ്പോയി. പക്ഷേ നോ പ്രോബ്ലം, വി ക്യാൻ ഫിക്സ് ഇറ്റ്. എവറിത്തിങ് ഹാസ് എ സൊല്യൂഷൻ, എവറി പ്രോബ്ലം ഹാസ് എ സൊല്യൂഷൻ. അപ്പോൾ ഇവിടെ ഡബിൾ റൈസ് ആയിട്ടുണ്ട്, കുറച്ച് ലിക്വിഡ് കൺസിസ്റ്റൻസി ആയി. പക്ഷേ ഇതിനകത്ത് അങ്ങനെ പ്രശ്നമൊന്നും വന്നിട്ടില്ല. ആകെ വരുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാലേ, നമ്മളിപ്പം ഈ ഡംപ്ലിങ്സ് ഈ ലുക്കൈമാത്ത് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു റൗണ്ട് ബോളിൻ്റെ ഷേപ്പിലാണ് വരുന്നത്. അപ്പോൾ ഇതിങ്ങനെ കുറച്ച് ലിക്വിഡി ആയതുകൊണ്ട് ഫ്രൈ ചെയ്യാൻ മാത്രം കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. വെച്ചാൽ ആ ഒരു പ്രോപ്പർ റൗണ്ട് ഷേപ്പ് കിട്ടുന്നില്ല. അപ്പോൾ ഞാൻ ആദ്യം ട്രൈ ചെയ്ത് നോക്കി. അന്നേരം ആ ഷേപ്പ് വരാത്തതുകൊണ്ട് എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ വരുന്നില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഒരു 2 ടീസ്പൂൺ മൈദയും കൂടെ ഇട്ടിട്ട് നമ്മൾ ആ ബാറ്ററിനകത്തോട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് അത് കഴിഞ്ഞിട്ട് ഫ്രൈ ചെയ്തപ്പോഴത്തേന് കണ്ടില്ലേ നല്ല കട്ടിയായിട്ടുണ്ട്. എന്നിട്ട് ഒരു ഡംപ്ലിങ്ങിൻ്റെ ആ ഒരു ഷേപ്പൊക്കെ വരുന്നുണ്ട്. അപ്പം നിങ്ങൾ ഇത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഏത് കപ്പിലാണ് നിങ്ങൾ മെഷർമെൻറ്റ് ചെയ്യുന്നത് അതേ കപ്പിലാണ് എല്ലാം മെഷർമെൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇവിടെ എണ്ണ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ആദ്യം എണ്ണ ചൂടാക്കിയിട്ട് അതിനെ ലോ ഫ്ലെയിമിൽ വെക്കുക. എന്നിട്ട് നല്ലപോലെ കണ്ടിന്യൂസ് ആയിട്ട് ഇതെല്ലാം ഡംപ്ലിങ്സ് എല്ലാം അതിനകത്ത് ഇട്ട് കഴിഞ്ഞിട്ടില്ലേ സ്പൂൺ ഇട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. കാരണം ഇതിങ്ങനെ ലൈറ്റ് വെയിറ്റ് ആയതുകൊണ്ട് ഇതിങ്ങനെ മേളിൽ ഫ്ലോട്ട് ചെയ്യും. അപ്പോൾ ഒരു സൈഡ് മാത്രമേ ഇത് ചുമക്കത്തുള്ളൂ. അപ്പോൾ ഇതിന് സ്പൂൺ ഇട്ട് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി ഇരുന്നിട്ട് മൊത്തം റൗണ്ട് ഫുള്ള് 4 വശത്തുനിന്നും അതിനെ നല്ലപോലെ ഗോൾഡൻ ബ്രൗൺ ആക്കി എടുക്കണം. കണ്ടില്ലേ നമ്മുടെ ലുക്കൈമാത്ത് ഇങ്ങനെ റെഡിയായി വന്നിട്ടുണ്ട്. ആഹാ, എന്താ ടേസ്റ്റ് എന്നറിയത്തിൻ്റെ. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എന്നിട്ട് ഇതിനെ റെഡിയാക്കിയിട്ട് ഇതിൻ്റെ മണ്ടയ്ക്കോട്ട് നമുക്ക് കുറച്ച് ഡേറ്റ് സിറപ്പ് ഇല്ലെങ്കിൽ കുറച്ച് ഹണി ഡ്രിസൽ ചെയ്തിട്ട് കുറച്ച് സെസമി സീഡും കൊണ്ടിടാം, ഒരു ഭംഗിക്ക് വേണ്ടി. സെസമി സീഡ് ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം, നോ പ്രോബ്ലം. അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് വേറെ ലെവലായിരുന്നു. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്തിട്ട് പറയുക ഇതെങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് എന്തായാലും കമൻറ്റ് ചെയ്ത് പറയണേ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എനിക്കൊരു ചെറിയ ലൈക്ക്, ഒരു ഫോളോ, കമൻറ്റ്, ഷെയർ എല്ലാം ചെയ്യുക. ഫ്രണ്ട്സുമായിട്ടൊക്കെ ഷെയർ ചെയ്യുക. അപ്പോൾ താങ്ക് യു സോ മച്ച്, ലവ് യു ഓൾ. അടുത്ത ഒരു കിടു റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം. സെയിം കിച്ചണിൽ വിത്ത് സെയിം ലവ്. ബൈ.